ഇസ്രയേൽ ഇന്നലെ സിറിയയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തിളക്കും. ഈ സിറിയ കൂട്ടക്കൊല നടത്തുന്ന ദ്രൂസ് വംശജരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേലിൻ്റെ ആക്രമണം. ഈ ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇസ്രയേലിലുമുണ്ട്. അവർ ഗോലാൻ കുന്നിനടുത്ത് അവിടുത്തെ കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവരുടെ ഒരു ആക്രമണം ഉണ്ടായി, കുറച്ച് പേർ കൊല്ലപ്പെട്ടപ്പോൾ അതിശക്തമായിട്ടാണ് ഗാസയിൽ ഇസ്രയേൽ തിരിച്ചടിച്ചത്. അപ്പോൾ ദ്രൂസ് അവരൊരു മുസ്ലിം വിഭാഗം പോലത്തെ ഒരു വിഭാഗമാണെന്ന് തോന്നുന്നു. മുസ്ലിങ്ങളല്ല, പേരുകളൊക്കെ എങ്ങനെയാണ്, പേരുകൾ എങ്ങനെയാണ്, ജൂതന്മാരുമല്ല. എന്നാൽ അപ്പോൾ ജൂതന്മാരല്ലാത്ത ഒരു ജനവിഭാഗത്തിനു വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രയേൽ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. സിറിയ വീണ്ടും യുദ്ധക്കളമായിരിക്കുന്നു. 79 പേരോ മറ്റോ മരിച്ചിട്ടുണ്ട്. സേവ് സിറിയ എന്നിപ്പോൾ ആരും കേരളത്തിൽ പറയുന്നില്ല. ഇത് തെക്കൻ സിറിയയിലെ സ്വെയ്ദ എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഈ ആക്രമണമൊക്കെ ആദ്യം നടന്നത്. അതായത് അവിടുത്തെ ഈ ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണല്ലോ, അവരും ഈ ദ്രൂസുകളും തമ്മിൽ സ്വെയ്ദയിൽ സംഘർഷം ഉണ്ടായി, പരസ്പരം അടിയൊക്കെയായി കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദ്രൂസ് ആർമി ഉണ്ട് അവിടെ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇതിലിടപെടാൻ വേണ്ടി പട്ടാളത്തിനെ സിറിയ അങ്ങോട്ട് അയച്ചു, സിറിയൻ ഭരണകൂടം. ഈ പട്ടാളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രൂസുകളെ ആക്രമിക്കാൻ തുടങ്ങി, മറ്റേ പക്ഷത്ത് ചേർന്നിട്ട്. അങ്ങനെ പക്ഷം പിടിച്ചു. അങ്ങനെയാണ് ഇസ്രയേലിന് രംഗത്തിറങ്ങി ഇപ്പോൾ സിറിയയുടെ പട്ടാള ആസ്ഥാനം തകർത്തത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദ്രൂസുകളോട് എന്താണ് ഇസ്രയേലിന് ഇത്ര ഒരു മമത? അതെന്താന്ന് വെച്ചാൽ അവിടെ ഇവര് ശരിക്കും ഈ മുസ്ലിങ്ങളല്ലാത്ത, സാധാരണഗതിയിൽ ആരബ്സ് മുസ്ലിംസ് ഒക്കെ വന്നിട്ട് കീഴടക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇസ്രയേലില്. ഇത് ഒറിജിനൽ അറബ് വംശജർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അറബികൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ പേരും മുസ്ലിങ്ങൾ അല്ലായിരുന്നു ഒരു കാലത്ത്. അല്ലല്ലോ, അത് ഇസ്ലാം പിന്നെയല്ലേ വരുന്നുള്ളൂ. ഇസ്ലാം വരുന്നതിന് മുമ്പും അറബികളുണ്ട്. നമ്മളൊരു CE 600-ാമത്തെ വർഷമൊക്കെയല്ലേ ഇത് വരുന്നുള്ളൂ. ഈ ശരിക്കും റിലീജിയനിലേക്ക് കയറുന്നത് AD അല്ലെങ്കിൽ CE 600 എത്തുമ്പോഴല്ലേ നബി കയറുന്നുള്ളൂ. മതസ്ഥാപനമൊക്കെ അപ്പോഴല്ലേ. അതിനു മുമ്പും ആരബ്സ് ഇല്ലേ, ലോകത്ത് വേറെ മനുഷ്യരും ഇല്ലേ. അപ്പൊ ഇന്ത്യയിൽ പണ്ട് വന്നിട്ടുള്ള അറബികൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും മുസ്ലിങ്ങളല്ല. നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരുന്നവരും മലബാറിൽ വന്നുകൊണ്ടിരുന്നവരും ആദ്യകാലത്ത് സാമൂതിരി ഇടപെട്ടുകൊണ്ടിരുന്നവരും ഒക്കെ അറബുകളാണ്, മുസ്ലിങ്ങളല്ല. പിന്നീടാണ് ആരബ്സുമായിട്ടാണ് കച്ചവടമൊക്കെ തുടങ്ങുന്നത്. പിന്നീടാണ് അവർ മുസ്ലിം അറബ്സായി മാറുന്നത്. ഇസ്ലാമിലേക്കൊക്കെ ചേർന്നൊക്കെ പിന്നീടാണ്. അപ്പൊ ഇതൊരു ആരബ് ഗ്രൂപ്പാണ്, അബ്രഹാമിക് ആണ് അത്. കാരണം ശരിക്കും എല്ലാവരും ഒന്നിന്ന് വരുന്നതാണല്ലോ അബ്രഹാമിക്. ദ്രൂസിന്റെ ഒക്കെ പേരുകൾ നോക്കുമ്പോൾ മുസ്ലിം പേരുകൾ പോലെയാണ്. അത് ക്രിസ്ത്യാനികളുടെ പേരും അബ്ദുള്ള എന്നൊക്കെ അല്ലായിരുന്നോ? അതെ, ഇപ്പോഴും ഉണ്ട് അങ്ങനെ. ജ്യൂസ് ഉണ്ട്. ഇപ്പോ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ടീമിൽ ക്രിസ്ത്യാനികളില്ലേ, പേര് മുസ്ലിം പേരില്ലേ. മുമ്പ് ഇവിടെ ഒരു മെത്രാൻ വന്നിട്ടുണ്ടല്ലോ സംഘർഷകാലത്ത്, അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് മെത്രാൻ, ക്രിസ്ത്യാനിയാണല്ലോ സിറിയ ആ ഭാഗത്ത് നിന്ന് വരുമ്പോ. അപ്പോ ഏകദൈവ വിശ്വാസികളാണ് അവര്. പക്ഷെ ചില മതങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ യൂണിറ്റി, ഒറ്റ ആണെന്നുള്ള കാഴ്ചപ്പാടുണ്ട്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആത്മാവ് അനന്തമാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ ആത്മാവ് പല പുനർജന്മങ്ങൾ എടുത്തിട്ട് പിന്നെ പ്രപഞ്ച മനസ്സുമായിട്ട് കൂടിച്ചേരും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. പുനർജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇസ്മയിലിസം, അതിൽ നിന്നാണ് ഇവർ ഉണ്ടായിരുന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമ അറബ്, അല്ലാതെ നബിയുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മുസ്ലിങ്ങളല്ല അവർ. അറബ് സംസ്കാരം ഉൾക്കൊള്ളുന്നു. അവരുടെ ആചാരങ്ങൾ മുഴുവൻ രഹസ്യമാണ്. ഇന്റർഫെയ്ത്ത് മാരേജസ് സമ്മതിക്കില്ല. അങ്ങോട്ട് മതം മാറാനും പറ്റില്ല. അതാണ് അവർ വേറെ ആളുകളെയൊക്കെ എടുത്തിട്ട് കാഫിറുകളാണെന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങോട്ട് മതം മാറാനും പറ്റില്ല. അപ്പോ പല ജൂത മതത്തിലേക്ക് ചേരാനും വലിയ പാടാണ്. അതൊന്നും എളുപ്പമല്ല. എനിക്കറിയാം, കൊച്ചിയിലെ ഒരു മലയാളി ജൂ ആവാനുള്ള പ്രക്രിയകൾ നടത്തി പ്രോസസ്സിലാണ്. അതെ, ജൂതം ആകാനൊന്നും പറ്റില്ല. അത് ഇവിടുത്തെ കൊച്ചിയിൽ ഹീബ്രു ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ചെറുപ്പക്കാരനാണ്, ഹീബ്രു അറിയുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഡ്രൂസ് സോൺ വിടണം എന്ന് അഹമ്മദ് അൽ ഷാരയോട് നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്വൈത പ്രവിശ്യയിൽ നിന്ന് സിറിയ
കാലിയാക്കി പൊക്കോളണം എന്ന് പറഞ്ഞാൽ സ്വൈദ പ്രവിശ്യ ഏതാണ്ട് അതിർത്തിയിലൊക്കെ വരുന്നതാണ് തെക്കൻ. അത് ഇസ്രയേൽ ഏതാണ്ട് പിടിക്കുന്നു നെതന്യാഹു ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡ്രൂസ് സോൺ, ഡ്രൂസുകളുടെ ഭാഗം നിങ്ങൾ വിടുക, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിറിയൻ ഭരണത്തിൻ്റെ അനുകൂലികൾ ഡ്രൂസുകളെ പലരെ കൊന്നിട്ടുണ്ട്, ഉന്മൂലനം നടന്നിട്ടുണ്ട് ഈ സ്വൈദ പ്രവിശ്യയിൽ. ഈ 248 പേര് അല്ലേ ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ട് വന്നിരിക്കുന്ന, അതിൽ 92 പേര് ഡ്രൂസുകളാണ് എന്ന്. തെക്കൻ സിറിയയിലെ ഈ പ്രവിശ്യയിൽ സിറിയൻ പട്ടാളത്തിന് ഈ ആഭ്യന്തര സംഘർഷം അടക്കാൻ പറ്റിയിട്ടില്ല. 21 ഡ്രൂസുകളെ പട്ടാളം തന്നെയാണ് കൊന്നിരിക്കുന്നത്. കാരണം ശാന്തമാക്കാൻ പോയ പട്ടാളം 21 ഡ്രൂസുകളെയും കൊലപ്പെടുത്തി. ആ വിവരം കിട്ടിയപ്പോഴാണ്, ഇത് ഞായറാഴ്ച തുടങ്ങിയതാണ്, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ പട്ടാളം ഇത് ചെയ്തത് അറിഞ്ഞിട്ടാണ് ഇസ്രയേൽ ഇടപെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡ്രൂസും സുന്നികളും തമ്മിലുള്ള യുദ്ധമാണ് ഈ നടക്കുന്നത് സിറിയയിൽ. അപ്പോൾ ബദൂയിൻ ട്രൈബുകളാണ് ഈ സുന്നികളുടേത്. എന്ന് പറഞ്ഞാൽ ഡ്രൂസ് വേഴ്സസ് ബദൂയിൻ ആണ് നടക്കുന്നത്. ബദൂയിൻ എന്ന് പറയുന്നത് കാട്ടറബികളെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ബദൂയിൻ എന്ന് പറയുന്നത്. ഒരു ഡ്രൂസ് കച്ചവടക്കാരനെ ഈ ബദൂയിനുകൾ റാഞ്ചി കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ ബഹളം തുടങ്ങുന്നത്, സംഘർഷം തുടങ്ങുന്നത്. അപ്പോൾ ബദൂയിനുകളുടെ ഭാഗത്ത് സിറിയൻ പട്ടാളം ചേർന്നിട്ട് ഡ്രൂസുകളെയും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഷിയ ഇതിനു മുമ്പ്, ഇത് രണ്ടാമത്തെ സംഘർഷമാണ് ഈ അൽ ഷാര വന്ന ശേഷം. ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷിയ വേറെ ന്യൂനപക്ഷം സിറിയയിലുള്ള ഷിയ അലാവൈത്തുകളെ 1000 പേരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. ഇങ്ങനെ സുന്നികൾ സുന്നികൾ നടത്തുന്ന കൂട്ടക്കൊല ആയതുകൊണ്ടാണ് സേവ് സിറിയ എന്ന് പറഞ്ഞ് നിലവിളി ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ വാർത്ത പോലുമല്ല, വാർത്തയുമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഡ്രൂസുകൾ ലെബനൻ, സിറിയ, വടക്കൻ ഇസ്രയേൽ എന്നിവിടങ്ങളിലാണ് ഉള്ളത്. പിന്നെ പശ്ചിമേഷ്യയിലെ ലെവാൻഡ് മേഖല എന്ന് പറഞ്ഞാൽ പൈതൃക മേഖലയാണ്. ആ മേഖലയിലൊക്കെ ഉണ്ട്. നെതന്യാഹു ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു ഈ അൽഷാരിയോട്, തെക്കൻ സിറിയയിൽ നിന്ന് പട്ടാളം പോകണം, അവിടെ നിന്ന് പലായനം ചെയ്യണം, അവിടെ ഷാരയുടെ പരിപാടികളൊന്നും നടപ്പില്ല എന്ന് പറഞ്ഞിരുന്നു. ഗോലാൻ കുന്നുകൾക്കും സിറിയൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിനുമിടയിൽ ഇസ്രയേൽ കൂടുതൽ സേനയെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിറിയൻ അതിർത്തിയിൽ വീണ്ടും ഇസ്രയേൽ സേന എന്ന് പറഞ്ഞാൽ കാലാൾപ്പട കരയുദ്ധത്തിന് വേണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞ് ഒരുങ്ങി അവിടെ ചെന്നിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് പട്ടാളം ഈ സ്വൈദയിൽ ഡ്രൂസ് മേഖലയിൽ ചെന്നത്. പക്ഷേ ഡ്രൂസുകൾക്കെതിരെ പെരുമാറാൻ തുടങ്ങി. തിങ്കളും ചൊവ്വയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ഇപ്പോഴും ചെറിയ തോതിലൊക്കെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു ചാനലുണ്ട്, സ്വൈദ 24 എന്നാണ് അതിൻ്റെ പേര്. 24 എന്നുള്ള ചാനൽ വേറെ ഉണ്ട്. സ്വൈദ 24 ബുധനാഴ്ച രാവിലെ ഗ്രാമങ്ങൾ, സ്വൈദ നഗരമൊക്കെ മോർട്ടാറും ആർട്ടിലറി ഫയറും നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഭരണകൂട അനുകൂലികൾ വീടുകൾ ആക്രമിച്ചു, അതായത് ഈ സുന്നികൾ വീടുകൾ ആക്രമിച്ചു, കൊള്ള നടത്തി, അകത്ത് കടന്നിട്ട് തലയിൽ പലരുടെയും വെട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ ഒരാളെ കാണിച്ചു. അയാളുടെ സഹോദരനെ കാണിച്ചു ഈ ചാനലിൻ്റെ അവതാരകന്റെ മുമ്പിൽ. ഈ സഹോദരൻ്റെ തല വെട്ടി എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇസ്രയേൽ ദ്രൂസുകൾക്ക് വലിയ പരിഗണനയാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഗോലാൻ കുന്നുകളുടെ അടുത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. അപ്പോൾ തന്നെ ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ ഇവരുടെ താമസ മേഖലയാണ്. അതെ. അപ്പോഴേക്ക് അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രയേൽ കൊടുത്തത്. അതായത് ജൂതന്മാരല്ല
അല്ലാത്തവർക്കും ഇസ്രായേൽ രാജ്യത്ത് വലിയ പരിഗണന, അവിടുത്തെ തുല്യ പരിഗണന തന്നെയാണ് ഇസ്രായേൽ ദ്രൂസിനും കൊടുക്കുന്നത്. മറ്റൊരു മതമാണ് എന്ന് കരുതി അവരെ മാറ്റി നിർത്തുന്ന സ്വഭാവം ഇസ്രായേലിനില്ല, ജൂതന്മാർക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.